ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അന്നൂസ് കിച്ചൺ ലാബിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ അപ്പമായ ഇതളപ്പവുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയുമായിരിക്കും, നമ്മൾ കല്യാണത്തിന് സൽക്കാരങ്ങളിലൊക്കെ പ്രത്യേകിച്ചിട്ട് പുതിയാപ്പിളമാരുടെ സ്പെഷ്യൽ അപ്പമാണിത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് നേരിയരിയാണ്. കുഞ്ഞരി, ജീരകശാല അരി എന്നൊക്കെ പറയും. ഇതൊരു 2 കപ്പ് അരിയാണ് വേണ്ടത്. പച്ചരി കൊണ്ട് ചെയ്യുക, പക്ഷേ പച്ചരിനാക്കാണിയും ടേസ്റ്റ് ഈ ഒരു അരി വെച്ച് ചെയ്താലായിരിക്കും. കാരണം ഇതിനൊരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇതാണ് കൂടുതൽ ബെറ്റർ. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 3 മണിക്കൂർ കുതിരാനായിട്ട് വെക്കുക. അപ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. ഞാൻ നല്ല പച്ച തേങ്ങയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങയുടെ പാലാണ് ഇവിടെ എടുക്കുന്നത്. ഒരു 2 ഗ്ലാസ് അരിക്ക് ഒരു തേങ്ങയുടെ പാൽ മതിയാകും. വലിയ തേങ്ങയുടെ പാലായിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അടിച്ച് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. ഇനി ഈ പാലിൽ നമ്മൾ കുതിർത്ത് വെച്ച അരി എടുത്ത് അരക്കുകയാണ് വേണ്ടത്. അപ്പം ഞാൻ കഴുകിയെടുത്ത അരി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ അരയാൻ ആവശ്യമായ പാലും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. വളരെ മിനുസത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു മുട്ടയാണ്. ഇതിൽ ചില ആൾക്കാരൊക്കെ 3 മുട്ടയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ മുട്ടയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് വരും. ഞാൻ ഒരു മുട്ടയെ ചേർക്കാറുള്ളൂ, കാരണം നമുക്ക് പാലിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് ഇതിന് വരേണ്ടത്. അപ്പോൾ നന്നായിട്ട് അതും കൂടെ അടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് ആവശ്യത്തിന് ബാക്കിയുള്ള പാലൊക്കെ ചേർത്ത് ഇത് നന്നായിട്ട് നേർമയായിട്ട് എടുക്കുകയാണ് വേണ്ടത്. കാരണം നമ്മൾ ഇപ്പോൾ അരച്ചത് നല്ല തിക്കിലാണല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ആ ഒരു കൺസിസ്റ്റൻസി കുറച്ച് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാലെല്ലാം എടുത്ത് വെക്കാനുണ്ടെന്ന്. അപ്പോൾ ആ 2ാം പാലും 3ാം പാലൊക്കെ നമ്മൾ കളയുന്നില്ല. അപ്പോൾ ആ പാല് കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു നേർമയായി കിട്ടണം. അതിന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ആ ഒരു കൈ കൊണ്ട് തൊട്ടാൽ മനസ്സിലാവും നമ്മൾ ആ ഒരു തിക്നെസ്. അപ്പോൾ ആ ഒരു അളവിൽ വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇത് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഇതുപോലുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റാണ്. ഇതിലേക്ക് ഞാൻ ആർക്കേജ് തടവി കൊടുക്കുന്നുണ്ട്, ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മിൽമാഗിയോ ആർക്കേജോ അല്ലെങ്കിൽ ഒറിജിനൽ പശു നെയ്യോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത് ഇതേപോലെ ഞാൻ ഒരു 3 പാത്രത്തിൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പച്ചമ്പിൽ നേരത്തെ വെള്ളം വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പാത്രം വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു കയ്യിലോളം മാവ് ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതിയാകും. എന്നിട്ട് അതൊന്ന് ആവി കൊണ്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് ടൈം ആവി കയറ്റി ഒന്ന് വെന്തെടുത്തിട്ടാണ് ഇങ്ങനെ ഇത് ലെയറായിട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഒഴിച്ചത് ഏകദേശം ഹാഫ് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ വീണ്ടും ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, വീണ്ടും മാവ് ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും നമ്മുടെ പാത്രത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യവും വേവിക്കുക, വീണ്ടും ചെയ്യുക, ഇതേ പ്രോസസ്സിങ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മളുടെ ലെയറപ്പ് റെഡിയാക്കി എടുക്കുന്നത്. കാര്യങ്ങളിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണിത്. ബീഫ് കറിയുടെ കൂടെയും കുറുമയുടെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണിത്. ചിക്കൻ കുറുമയും മട്ടൻ കുറുമയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഇത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമ്മുടെ അപ്പം ഫസ്റ്റ് ചുട്ട അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊന്ന് അത് പുറത്തേക്ക് എടുക്കുക. സൂക്ഷിക്കണം, ആവി കയറിയിട്ട് കൈ കൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കുമ്പോഴൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കിയാൽ നമ്മുടെ അപ്പം വളരെ കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല ലെയറായിട്ട് കിട്ടും. കാരണം ഓരോ പ്രാവശ്യവും നമ്മളിത് മാവ് ഒഴിക്കുമ്പോൾ അതിൽ ഗീ തടവി കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ലെയറായി കിട്ടുന്നത്.
അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയും പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.